ഹലോ ഗായ്സ്, മൈ നെയിം ഈസ് ശ്യാംലാൽ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇന്നലെ കണ്ടു ഐ നോബഡി. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനും പിന്നെ E4 എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ നിസാം ബഷീർ ഡയറക്റ്റ് ചെയ്ത, സമീർ അബ്ദുൾ സിനിമാറ്റോഗ്രാഫി ചെയ്ത ഐ നോബഡി. ഓക്കെ, ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് വളരെ ഗ്രിപ്പിംഗ് ആയിട്ട്, വളരെ എൻ്റർടൈനിങ് ആയിട്ട്, ആക്ഷൻ പാക്ഡ് ആയിട്ട്, നമുക്ക് എന്തൊക്കെ വേണ്ടോ സിനിമാക്കാർ പ്രൊമോട്ട് ചെയ്തത് എന്തൊക്കെയാണോ അതെല്ലാം അടങ്ങിയിട്ടുള്ള ഫസ്റ്റ് ഹാഫിന് വളരെ ഓപ്പോസിറ്റായിട്ടെന്ന് ഞാൻ പറയുന്നില്ല. ഫസ്റ്റ് ഹാഫ് പോലെ അല്ല സെക്കൻഡ് ഹാഫ്. നമ്മൾ വേറെ എന്തൊക്കെ വിചാരിച്ചു, പക്ഷെ അതുപോലെ സെക്കൻഡ് ഹാഫ്. ഓക്കെ, പിന്നെ ഇതിനാദ്യം വേറെ കുറച്ച് ക്രെഡിറ്റ്സ് എനിക്ക് പറയുന്നുണ്ട്. ഒന്നാമത്തെ ക്രെഡിറ്റ് ഇതിൻ്റെ സ്റ്റണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഒന്ന് രണ്ട് പേരുകളുണ്ട്, അതായത് അമീത്, പിന്നെ യാനിക് ബെൻ എന്ന് കുറച്ച് പേരുണ്ട്. ഓക്കെ, ഇവരുടെ പരിപാടി എന്ന് വെച്ചാൽ വേറെ ഒരുപാട് ഗൺ ഷോട്ട്സും അങ്ങനത്തെ വേറെ എക്സ്പ്ലോസീവ് വളരെ വലിയ അങ്ങനത്തെ ഒന്നുമല്ല. ഫുള്ള് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റാണ്. അതിൽ പൃഥ്വിരാജിൻ്റെ ഫൈറ്റ് വളരെ കൺവിൻസിങ് ആയിട്ട് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് തന്നെയുണ്ട്. പിന്നെ ഇതിന് ഒന്ന് രണ്ട് ഫൈറ്റ് ഉണ്ട്. പിന്നെ ബസ്സിലൊരു ഫൈറ്റ്, പിന്നെ ലിഫ്റ്റിലൊരു ഫൈറ്റ്. ആ ലിഫ്റ്റിലെ ഫൈറ്റ് പറ്റുന്ന ക്യാമറ ആംഗിളിൽ എങ്ങനെയൊക്കെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുക്കാമോ അതുപോലെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു സ്റ്റഫായിരുന്നു അതിനകത്ത്. പിന്നെ ഇതിൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ എന്താ പറയുക, ക്വസ്റ്റ്യൻസൊക്കെ വരും. പക്ഷേ അതിൻ്റെ ഒന്നും ഉത്തരങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ നമുക്കത് കിട്ടുന്നില്ല. അപ്പം അതാണ് ഇതിൻ്റെ ചെറിയൊരു സാറ്റിസ്ഫാക്ടറി അല്ലാത്തൊരു ഘടകമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അവർ ഒരുപാട് നല്ല പെർഫോമൻസ് ഉണ്ട് ഒബ്വിയസ്ലി. പിന്നെ റോണി വർഗീസ്, സുധീർ കുപ്പ, ഖാലിദ് റഹ്മാൻ, പിന്നെ റിമാർക്കബിളായിട്ട് പറയാൻ പറ്റിയ വേറൊരു പേര് ഹക്കീം ഷാജഹാൻ. പുള്ളിയുടെ വളരെ നല്ല സട്ടിലായിട്ടുള്ളൊരു പരിപാടിയാണ്. നല്ല ചിരിച്ച് ഒരു നല്ല ടോണോടെ ഇങ്ങനെ പറഞ്ഞ്, പക്ഷേ അതുപോലെ തന്നെ അതിൽ നല്ലൊരു റോളുണ്ട് അതിനകത്ത്. പിന്നെ മധുപാലുണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് വേറൊരു കോമഡി എന്ന് പറയുന്നത്, ഇതിൻ്റെ കാസ്റ്റ് തപ്പി ഞാൻ IMDb ചെന്നപ്പോൾ ഇഷ്ടംപോലെ, അതായത് സുരാജ് വെഞ്ഞാറമൂട്, ദിലീപ് എന്ന് പറഞ്ഞ കുറേ ആൾക്കാർ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുമെന്ന് വിചാരിച്ചിട്ട് IMDbയിൽ ഇങ്ങനെയൊക്കെ ഒന്നും ചെയ്ത് വെക്കുന്നതായിരുന്നു. പിന്നെ ഇതിൻ്റെ എഡിറ്ററിൻ്റെ പേര് എടുത്ത് പറയണം, അതായത് റമീസ് MB. ഒന്ന് രണ്ട് സിനിമയിൽ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഫുള്ള് പടം ഇപ്പോഴാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നത്. പക്ഷേ കണ്ടാൽ പറയത്തില്ല, അതുപോലെ നല്ല വർക്കാണ്. അപ്പം എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഫുള്ള് പടം ത്രൂ ഔട്ടുണ്ട്. എന്നാലും സെക്കൻഡ് ഹാഫിൽ നമുക്ക് സ്ക്രിപ്റ്റിൽ തോന്നിയ കുറച്ച് ഡൗൺസിനെയൊക്കെ കവറപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് എഡിറ്റിംഗ് പരിപാടിയാണ്. ഒരുപാട് നല്ല ഒബ്വിയസ്ലി ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അതിനകത്തൊരു മാസ് പരിപാടി വരുന്നത് എനിക്കൊന്ന് ആക്ഷനെക്കാട്ടിലും കൂടെ ഇതിനകത്ത് ചെറിയ ഈ വൺ ലൈനർ ഡയലോഗ്സുകളുണ്ട്. അതായത് രാജുവേട്ടൻ്റെ കുറച്ച് ഒരു അഗ്രസീവായിട്ടുള്ളൊരു ക്യാരക്ടറും കൂടെയാണ്. അപ്പം പുള്ളി ആൾക്കാരായിട്ട് ചെറുതായിട്ടൊന്ന് ചൊറിയാൻ വരുമ്പം പുള്ളിയുടെ ചില വൺ ലൈനർ ഒക്കെ വരും. അപ്പം അതൊക്കെ കുറച്ച് നല്ല പഞ്ചുള്ള സംഭവമായിരുന്നു. പിന്നെ അഗൈൻ അതിൻ്റെ രണ്ട് കുട്ടികളുണ്ട്, പൃഥ്വിരാജിൻ്റെ മക്കളായിട്ട് അഭിനയിച്ച. സെക്കൻഡ് ഹാഫ് ഏകദേശം ഫുള്ള് അവരുടെയാണ് ബേസ്ഡ് ചെയ്തിട്ട് ഇതിൻ്റെ സ്റ്റോറിയൊക്കെ പോകുന്നത് തന്നെ. നല്ലൊരു ഇനിയും ഒരുപാട് നല്ല പടങ്ങളിലൊക്കെ വരാൻ നല്ല ചാൻസ് ഉള്ള രണ്ട് കുട്ടികളാണ്, നക്ഷത്ര ആൻഡ് ഈര എന്നാണ് ഇതിൻ്റെ പേരിൻ്റെ പേര്. അതെ. അപ്പം പിന്നെ എന്താ പറയുന്നത്, പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ഓക്കെ, ഫസ്റ്റ് ഹാഫിൽ ഒരു കണ്ടിന്യൂഷനായിട്ട് കുറച്ചൊക്കെ സംഭവങ്ങളുണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ അല്ലെങ്കിൽ വലിയ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു ക്ലൈമാക്സുകൾ കാര്യങ്ങളൊന്നും എനിക്ക് പേഴ്സണലി അങ്ങോട്ട് കിട്ടിയില്ല. അതുകൊണ്ടൊരു സോഷ്യോ പൊളിറ്റിക്കൽ സംഭവമുണ്ട്, ചെറിയൊരു മെസ്സേജുണ്ട്. പക്ഷേ ലാസ്റ്റ് പറയുന്നൊരു ഡയലോഗുണ്ട്, അത് വളരെ പേരൻസ് ആയാലും എല്ലാവരും നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അത് പടം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അതങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. പിന്നെ എന്താ പറയുന്നത്, വളരെ കുഴപ്പമില്ലാത്തൊരു സിനിമ തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് പോലെ അവർക്ക് സെക്കൻഡ് ഹാഫ് അങ്ങനെ എടുത്ത് വെച്ചിരുന്നെങ്കിൽ ഇത് കംപ്ലീറ്റ്, പക്ഷേ ഇതിനൊരു ഫുള്ളൊരു ജോൺറ നമുക്ക് വിളിക്കാമായിരുന്നു. ആക്ഷൻ ത്രില്ലർ എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന ജോൺറാണ്. പക്ഷേ ഇത് വളരെ മിക്സ് ആയിപ്പോയി എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സെക്കൻഡ് ഹാഫ് അത്ര സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നുന്നത്. പിന്നെ ഒബ്വിയസ്ലി പിന്നെ ഇതിൻ്റെ മേക്കപ്പിൻ്റെ കാര്യം പറയാനുണ്ട്. അതായത് ഇതിൻ്റെ പ്രൊമോഷൻസിലൊക്കെ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്, അതായത് വളരെ നമ്മളാരും ശ്രദ്ധിക്കാത്ത ഒരാളാണ് രാജീവൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ.
ഒബ്വിയസ്ലി അത് നമുക്ക് സ്ക്രീനിൽ കാണാം. അതായത് പൃഥ്വിരാജ് എന്ന് പറയുന്നത് ആൾ ഇപ്പം വലിയ സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ പുള്ളിയുടെ ഈ പ്രായത്തിൽ പുള്ളി എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, പുള്ളിയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും അതിൻ്റെ അതിൽ വന്ന മാറ്റങ്ങളും അതൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് തോന്നുന്ന ചില ഷോർട്സുകളും ഇതൊക്കെ ഉണ്ട്, പോർഷൻസൊക്കെ ഉണ്ട്. അപ്പം അത് നല്ലൊരു വളരെ നാച്ചുറലായിട്ട് കൺസീവ് ചെയ്തിരുന്ന ഒരു പോർഷനാണത്. അത് നല്ലൊരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അശോകനുണ്ട് ഇതിനകത്ത്, അശോകൻ്റെ നല്ലൊരു ക്യാരക്ടറാണ്, രസമുണ്ടായിരുന്നു. പിന്നെ മ്യൂസിക് എത്ര ഒബ്വിയസ്ലി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സൊക്കെ കൊള്ളാം, നമുക്ക് ചില ത്രില്ലിങ് എലമെൻറ്റ്സൊക്കെ കൊണ്ടുവരാനും പിന്നെ ഒരു ചെറിയ ടെൻഷൻ ഫീൽ ചെയ്യിപ്പിക്കാനുള്ളൊരു സാധനങ്ങളൊക്കെ അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ബട്ട് ഓവറോൾ വേറെ അല്ലാത്ത മ്യൂസിക്സ് സോങ്സിൻ്റെ കാര്യം പറയുമ്പോഴാണെങ്കിൽ അത്രയ്ക്ക് ക്യാച്ച് അല്ലായിരുന്നു. പിന്നെ ഒരുപാട് വേറെ കളർ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ എല്ലാം നല്ല വർക്കുകളൊക്കെയാണ്. യെസ്, സെക്കൻഡ് ഹാഫ് കുഡ് ബി ബെറ്റർ എന്ന് തന്നെ പറയാം. ഓക്കെ, ടിൽ ദെൻ ബൈ.